ഷാഫി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പുരസ്കാരങ്ങൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല? പിന്നെ തീർച്ചയായിട്ടും. അതുമാത്രമല്ല, പുരസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒരു തമാശ ഈ അടുത്ത കാലത്തുണ്ടായി. ഒരു പ്രശസ്തനായ വ്യക്തിയുടെ പേരിൽ കൊടുക്കുന്ന ഒരു അവാർഡിന്റെ കമ്മിറ്റി എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിന്റെ പേരിലാണ് എനിക്ക് അവാർഡ് തരുന്നത്? പാട്ട് പാടുന്ന ആളല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതറിയാതെയാണ് നിങ്ങൾ വിളിച്ചത്. ഞാൻ ചോദിച്ചാൽ അതല്ല, എനിക്ക് എന്തിനാണ് ഇത്രയും പ്രശസ്തനായ ഒരാളുടെ പേരിൽ കൊടുക്കുന്ന അവാർഡാണ്, ഞാനതിന് എങ്ങനെയാണ് അർഹനായതെന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സിനിമാക്കാർക്കും മറ്റുള്ള പലർക്കും കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട്, അവരാരും ഇതേപോലെ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വാങ്ങിക്കുമ്പോൾ ഒരു അന്തസ്സ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഏതോ ഒരു പാട്ടിനാണെന്ന് പറഞ്ഞു. ഏത് പാട്ടാണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവാർഡ് വന്ന് വാങ്ങിച്ചാൽ മാത്രം മതിയെന്ന് വെച്ചു. അല്ല, ഒരു 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യണം, ഒരു 4, 5, 6 പാട്ടുകൾ നിങ്ങൾ എന്തായാലും റെഡിയാക്കി വെച്ചോ, പാടണം, ഓർക്കസ്ട്രക്കാർക്ക് അയച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, പേയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വിദേശത്ത് പോയി കാണിച്ചാൽ വരെ നിങ്ങൾക്ക് വാല്യുബിൾ ആണ്, ഭയങ്കര കാര്യം ഉണ്ടാവും. ഞാൻ ചോദിച്ചു, റേഷൻ കടയിൽ കൊണ്ടു കൊടുത്താൽ എനിക്ക് മക്കൾക്ക് അരി കിട്ടുമെന്ന് വെച്ചു. അങ്ങനെ തന്നെ ചോദിച്ചേ, റേഷൻ കടയിൽ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്താൽ എൻ്റെ മക്കൾക്ക് അരി കിട്ടുമോ? ഇല്ല. ഇല്ലാത്തടത്തോളം കാലം എനിക്ക് എൻ്റെ പേയ്മെന്റ് തരണം. അതല്ലേ പിന്നെ അവാർഡ് നിങ്ങൾ അവിടെ വെച്ചോളൂ, ഏതെങ്കിലും സമയമുള്ള സമയത്ത് ഞാൻ വന്ന് വാങ്ങിക്കോളാം, ജനങ്ങളുടെ മുന്നിൽ വാങ്ങണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഉടനടി ഇവര് പറഞ്ഞ്, നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്, ഇത് പ്രശസ്തരായ സിനിമാക്കാരൊക്കെ വാങ്ങിച്ചിട്ടുള്ള അവാർഡാണ്, അപ്പോൾ നിങ്ങളൊരാൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. ഉടനടി എൻ്റെ സുഹൃത്തായ മറ്റൊരു ഗായകനെ വിളിച്ചിട്ട് ഇവര്, നിങ്ങൾക്ക് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പാവ അദ്ദേഹം പിന്നെ അവാർഡ് എന്ന് കേട്ടപ്പോൾ ഇത്രയും നല്ലൊരു പ്രശസ്തനായ ആളുടെ പേരിലായതുകൊണ്ട് ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ കണ്ടുപഠിക്കാൻ ഷാഫിയുടെ അടുത്ത് പറയണം, അവൻ പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കണ്ടേ, എൻ്റെ അവിടെ അവാർഡ് റിസീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഞാൻ പോവാൻ വരാം, 4 വരി പാടിയിട്ട് വരാം, കുഴപ്പമില്ല. പക്ഷെ ഇത് ഗാനമുള്ള തീരും വരെ ഞാൻ നിൽക്കണമെങ്കിൽ അതൊരു മുതലെടുപ്പാണ്. മാത്രമല്ല, അതിനകത്ത് 5-6 പാട്ടും പാടണം. അതാ പറയുന്നത്. അപ്പൊ എന്റെ പേയ്മെന്റ് എനിക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, അല്ലെ ഇതിന് ക്യാഷ് അവാർഡോ? നമ്മള് സാറിന്റെ കൂടെ ഞാൻ വാങ്ങിച്ച അന്നത്തെ 10 വർഷം മുമ്പ് നമുക്ക് കിട്ടിയ അവാർഡിൽ 50,000 രൂപ ക്യാഷ് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു മര്യാദ ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിനെ ആദരിക്കുക എന്നുള്ളത് പറയാം. ഇത് എന്തിനു വേണ്ടിയിട്ട് അവാർഡ് തരുന്നത് പോലും അവർക്കറിയില്ല. ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഓക്കെ, ഇത് അതൊന്നല്ല. അത് രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ 25 വർഷം മാപ്പിളപ്പാട്ടിന്റെ രംഗത്ത് സജീവമായ ഒരാള്, അയാളെ സ്വയം പരിചയപ്പെടുത്തി എഴുതി അപേക്ഷ കൊടുത്തിട്ടാണ് ഇവിടുത്തെ അവാർഡ് കമ്മിറ്റി സംസ്ഥാന തലത്തിൽ കൊടുക്കുന്ന ഒരു അവാർഡിന് അയാളെ പരിഗണിക്കുന്നത്. എന്നിട്ട് ആ വേദിയിൽ വെച്ച് അവർ പറയാണ്, അതിന്റെ ഭാരവാഹി പറയാണ്, പിന്നെ 25 വർഷമായിട്ട് ഇങ്ങനൊരു സിംഗർ ഉണ്ടെന്നുള്ള കാര്യം എൻ്റെ ടേബിളിൽ അപേക്ഷ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അവാർഡ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഞാനിതാ ഇവിടെ ഇരുന്ന് പാടുന്നുണ്ടേന്ന് ഒരാൾ എഴുതിയിട്ട് എരന്ന് വാങ്ങേണ്ട ഒരു സാധനമല്ലല്ലോ ഇത്. ഇവര് ശമ്പളം വാങ്ങിക്കുന്നത്, ഇവര് ഈ സർക്കാർ തലത്തിൽ ഇരുന്നിട്ട് ഈ ഒരു കാര്യത്തിന് ശമ്പളം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്ത ഓരോ വർഷത്തും ജനകീയമായ പാട്ടുകൾ കാണാം. അത് വിലയിരുത്തിയിട്ട് ആ ആളിനെ തേടി കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഒരു സാധനത്തിന് 100% ഞാൻ കലാകാരൻ അങ്ങോട്ട് പോയിട്ട് ഞാനിതാ ഇത്ര പാട്ട് പാടി നിങ്ങൾ എന്നെ ഒന്ന് പരിഗണിക്കണേന്ന് പറയുന്നത് ലജ്ജാവെന്ന് എനിക്ക് പറയാനുള്ളൂ. അതെവിടെയും പറയും ഞാൻ. നമുക്ക് അംഗീകാരങ്ങളൊന്നും തരിക വേണ്ട. ആകെയുള്ള ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം, ഇപ്പം അംഗീകാരം എന്ന് പറയുന്നത്, ഞാൻ സാറിൻ്റെ അടുത്ത് പലതവണ ആവർത്തിച്ച് പറഞ്ഞു, ഞാനൊക്കെ ചെറുതിൽ മദ്രസയിൽ പഠിക്കുന്ന കാലം തൊട്ട് സാറ് സീല് വെച്ച പോലെ പതിപ്പിച്ച, ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ പതിപ്പിച്ച കുറേ പാട്ടുകളുണ്ട്. അത് സിനിമ അല്ലാത്ത പാട്ട്, സിനിമാ പാട്ടിന് പറയണ്ടല്ലോ, അല്ലാത്ത ഞാൻ പങ്കെടുക്കുന്ന കാറ്റഗറി, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കാറ്റഗറി ഞാൻ പറയുന്നത്. മാപ്പിളപ്പാട്ടുകളിൽ തന്നെ സാറിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച, സ്വരമുദ്ര പതിപ്പിച്ച പാട്ടുകളുണ്ട്. അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. ജനഹൃദയങ്ങളിൽ നമുക്ക് ശേഷവും ഇത് മൈൽ സ്റ്റോൺസ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. കറക്റ്റ്. അങ്ങനെ നാഴികക്കല്ലുകളായിട്ട് നിൽക്കുന്ന ഒരു 10 പാട്ട് പാടാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അവാർഡ്. ജനങ്ങൾ, നമ്മളിപ്പം ഒരു ലൈവിലൊക്കെ പോയിരിക്കുമ്പം 15 വർഷം 16 വർഷം മുമ്പുള്ള പാട്ടുകൾ 4 വരി അതൊന്ന് പാടുമെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മളെ ഏറ്റവും വലിയ അംഗീകാരം കാണുന്നത്. അതെ, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചത്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഷാഫിയുടെ ആ ചോദ്യം. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ നൈസായിട്ട് ഞാൻ ആ സമയം ഇല്ല എന്ന് പറഞ്ഞങ്ങ് പോകും. ബട്ട് വളരെ ബോൾഡായിട്ട് ഷാഫി പറഞ്ഞു, ഞാനൊരു നല്ലൊരു കൈ തരുന്നു. കാരണം വേറെ
ഈ ബോൾഡ്നെസ് വേണം, അവിടാണ് ഒരു പൗരുഷമുള്ളത്. സത്യം. അതെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഇനി ചോദിക്കാൻ പോണ ചോദ്യം ഷാഫിക്ക് മനസ്സിലാവുമല്ലോ. കാരണം ഷാഫിയെ പോലെ ഒരു സുന്ദരൻ, ഒരു പാട്ടുകാരൻ, ഒരു അഭിനേതാവ് ഇപ്പോഴാണ്. അപ്പോൾ ഒരുപാട് പ്രണയലേഖനങ്ങൾ, കത്തുകൾ, ഇപ്പം കത്തിനുള്ളിൽ എന്നല്ലേ തുടങ്ങിയത്. അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് കൊടുത്ത ചരിത്രമുള്ളൂ കത്ത്. അതിനൊന്നും മറുപടികൾ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളെ പരിഗണിച്ചിട്ടില്ല. ഞാൻ കുറെ പ്രണയം പേറി നടന്ന ഒരാളാണ്, നഷ്ടപ്പെട്ട ഒരാളാണ്. അത് പിന്നെ അവസാനം എൻ്റെ ആ ആളിനെ നഷ്ടപ്പെട്ടു എന്ന് ആയപ്പോൾ വീട്ടുകാർക്ക് തോന്നി എന്തായാലും എന്നെ ഒന്ന് പെണ്ണെട്ടിക്കണം. അതുകൊണ്ട് 23-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം. ശരിയാവില്ല, കാരണം അങ്ങനെ അവരെ നിർബന്ധിച്ച് ഞാൻ ഉമ്മാൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിര് നിൽക്കാറില്ല പൊതുവെ. അപ്പോൾ ഉമ്മ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞൊരു കാര്യമാണ് പെണ്ണ് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. കാണാൻ പോയ കഥയൊക്കെ ഒരു രക്ഷയില്ലാത്ത. അങ്ങനെ ഞാൻ കാണാൻ പോയ പെണ്ണിന് എനിക്കിഷ്ടപ്പെട്ടു, ഇതൊക്കെ ശരിയാണ്. ഞാൻ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് കാണാൻ പോകുമ്പോഴേ പോയത്. പിന്നീട് ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടതിന് ശേഷം ഉണ്ടായി. ഞാൻ എൻ്റെ ഡയറി അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് നിങ്ങളിത് വായിക്കുക, എന്നിട്ട് ഇനി നിങ്ങൾക്ക് തരാൻ സ്നേഹം വല്ലോ അതിൽ ബാക്കിയുണ്ടോ എന്ന് നിങ്ങൾ നോക്കി നോക്കുക. ഞാൻ അത്രയും ഒരാളെ പ്രണയിച്ച് അങ്ങനെ അതിൻ്റെ പിന്നാലെ പോയി. ഡയറിയൊക്കെ വായിച്ചു കഴിഞ്ഞ് സിമ്പിളായിട്ട് പറഞ്ഞു, നിങ്ങൾ അതിനേക്കാൾ ഇരട്ടി സ്നേഹിക്കാൻ എനിക്ക് കഴിയും. ഞാൻ വിചാരിച്ചു വെറുതെ ആവേശപ്പുറത്ത് പറഞ്ഞത്. കഴിഞ്ഞ 18 വർഷമായിട്ട് മനോഹരമായിട്ട് എന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് പാട്ടിൽ പാടി പരിചയപ്പെടുത്തിയ എൻ്റെ ഭാര്യ സുന്ദരി നീ വന്നു ഗസല എന്ന പാട്ട് റജില. എല്ലാം അള്ളാഹുവിൻ്റെ ഒരു അല്ലേ. പിന്നെ എഴുത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളൂ. കറക്റ്റ്. അപ്പോൾ ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർ. അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ, അറബനമുട്ടിൻ്റെ താളമായി ആടിയുലഞ്ഞെൻ്റെ കൽബില്. അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ, അറബനമുട്ടിൻ്റെ താളമായി ആടിയുലഞ്ഞെൻ്റെ കൽബില്. വെള്ളിമണിക്കൊലുസണിഞ്ഞ പെണ്ണേ, വെണ്ണിലവും മോഹിക്കും നിന്നെ. സുന്ദരി നീ വന്നു ഗസലായി, സുറുമ വരച്ച പെണ്ണേ റജില. ചെമ്പകപ്പൂവിനൊത്ത നിറമായി ചന്ദനമേനി നിന്റെ മഹിമ. അങ്ങനെ റജില പാട്ടിലായി. എത്ര കുട്ടികളുണ്ട്? 3 മക്കള്. 3 പേരുണ്ട്. ഓക്കെ. എത്ര വയസ്സായി? മൂത്ത മോന് +1 പഠിക്കുന്നു, മുഹമ്മദ് ഷാബാസ്. രണ്ടാമത്തെ ആയിഷ നൂറ എന്ന് പറയുന്ന മോള് 8ാം ക്ലാസ് പഠിക്കുന്നു. 3ാമത്തെ ആള് 7ാം ക്ലാസ്, ഖദീജ ജിയ. ഷാഫിയെ കണ്ട ഒട്ടും പറയില്ല കേട്ടോ. കല്യാണം കഴിച്ചെന്നേ പറയില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ 42ാമത്തെ പിറന്നാള്. പിറന്നാൾ സമ്മാനമായിട്ട് ഭാര്യ തന്ന എല്ലാ പിറന്നാളിനും അവള് വന്നതിന് ശേഷം ബ്യൂട്ടിഫുൾ ഷർട്ട്. എനിക്ക് ഒരു ഷർട്ട് അവളെ വക ഉണ്ടാവും, ഉമ്മാൻ്റെ വക ഉണ്ടാവും ഒരു ഷർട്ട്. ഇവർ രണ്ടുപേരും സമ്മാനം തരുന്ന ആളുകൾ. ഓക്കെ. എന്തായാലും റജിലെ നാളെ രാത്രി 8 മണിക്കുള്ള എപ്പിസോഡിൽ കൊണ്ടുവരണം. കാരണം ഇത്രയും എന്താണ് സ്നേഹനിധിയായ റജില എല്ലാവർക്കും ഒന്ന് കാണണ്ടേ, ഷാഫിയും റജില. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ വരുന്നവർ പലരും റജിലാൻ്റെ ഭാഗ്യമാണ് ഷാഫി എന്ന് പറയുമ്പോൾ ഞാൻ തിരുത്തി പറയും. എല്ലാവരും എൻ്റെ അടുത്ത് ആര് ഇങ്ങോട്ട് പറഞ്ഞാലും. കാരണം എവിടെ വെച്ചോ ഏതെങ്കിലും വഴിക്ക് നശിച്ചു പോകായിരുന്ന എൻ്റെ ഒരു ലൈഫിലേക്ക് പിന്നെ അവളുടെ മാത്രം ഉറപ്പുകൊണ്ട് കയറി വന്ന ഒരു പെൺകുട്ടിയാണ്. അതും എൻ്റെ അങ്ങനത്തെ പ്രായത്തിൽ നമ്മൾ വിചാരിച്ച കിട്ടിയില്ലേ മരിച്ചു കളയണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പ്രായമാണല്ലോ. അല്ലെ ഒരു ദേവദാസായിട്ട് ജീവിച്ചു പോകാന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് വന്നിട്ട് എന്നെ നന്നായിട്ട് കെയർ ചെയ്ത് ഞാൻ എവിടെയൊക്കെ തളർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ചില സമയത്തൊക്കെ പാട്ടും പരിപാടിയൊക്കെ നിർത്തിക്കളയാന്ന് വിചാരിച്ച സന്ദർഭങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് ഇതിനകത്തുള്ള കുറെ കുത്തുകൾ ഉള്ളതുകൊണ്ട് ആരോടും പ്രതികരിക്കാനുള്ളൊരു ഇതില്ലാണ്ടായിപ്പോയി. ആ മനസ്സ് മടുത്തു പോയപ്പം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്നെ ഏറ്റവും നന്നായിട്ട് ആശ്വസിപ്പിച്ച് ഇപ്പം സിനിമയിലേക്ക് എത്തിയ സമയത്തും എൻ്റെ അടുത്ത് പറഞ്ഞത് ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞത് മഞ്ജു ചേച്ചിയുടെ കൂടെ, മഞ്ജു വാര്യരുടെ കൂടെ ഷാഫിക്ക് അഭിനയിച്ച് കണ്ടിട്ട് വേണം എനിക്ക് നിങ്ങളെ ഒന്ന് നിർവൃതി അടയാൻ. അപ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എൻ്റെ ഭാഗ്യമാണ്. ഞാൻ അവളുടെ ഭാഗ്യമല്ല,
സത്യത്തിൽ എൻ്റെ ഭാഗ്യമാണ്. വലിയ കാര്യമാണ് ഷാഫി അത്. കാരണം നമുക്ക് നമ്മുടെ കൂടെ വരുന്ന പാർട്ട്ണർ അവരുമായിട്ട് ഒത്ത് നമ്മൾ മുമ്പോട്ട് പോവുക. കാരണം ഗിവ് ആൻഡ് ടേക്ക് പോളിസി. കാരണം അങ്ങോട്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാങ്ങിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സമമായിട്ട് ഒരുമിച്ച് പോകുന്നത് വളരെ അപൂർവമാണ്. അതിപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ഷാഫി പറഞ്ഞ് എല്ലാവരുടെയും ഒരു ഉദാഹരണമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു.